ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് റവ ലഡു. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ 1.5 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, 1.25 കപ്പ് വെള്ളം, 5 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് നട്ട്സും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യൊന്ന് ചൂടായതും നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മിക്സഡായിട്ട് അണ്ടിപ്പരിപ്പും പിസ്തയുമാണ് ചേർക്കുന്നത്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഈ മുന്തിരിങ്ങയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ സെയിം നെയ്യിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവയുടെ കളർ മാറാൻ പാടില്ല. നല്ലൊരു മണം വരാൻ തുടങ്ങിയതും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഓവറായിട്ട് റോസ്റ്റായി പോയാൽ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. 1.5 കപ്പ് റവയ്ക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1:1 എന്ന റേഷ്യോയിൽ 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊന്ന് അലിയിച്ചെടുക്കാം. ഇത് തിളച്ചു തുടങ്ങിയതും ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അല്പം സാഫ്രൺ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ഓപ്ഷണലാണ്, നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. റവ ലഡുവിന് നമുക്ക് വേണ്ടത് ഒരു നൂൽ പരുവമാണ്, അതായത് സിംഗിൾ സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു നൂൽ പരുവം വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരും. ഈ ഒരു സ്റ്റേജ് റീച്ച് ആയതും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ പഞ്ചസാര പാനി ഈ ചൂടോടുകൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാനി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രം ചേർക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ചിലരൊക്കെ പഞ്ചസാര പാവ് ഒഴിക്കുന്നതിന് പകരം പാലൊഴിക്കാറുണ്ട്. പാലൊഴിക്കുമ്പോൾ ലഡു പെട്ടെന്ന് തന്നെ കേടായി പോവും. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ലഡു നമുക്ക് പെട്ടെന്ന് കേടാവില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റവ ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന വരെ നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് നമുക്ക് കാണുമ്പോൾ ഒരുപാട് വാട്ടറി ആയിട്ട് തോന്നിയാലും പെട്ടെന്ന് തന്നെ ഈ ഷുഗർ സിറപ്പ് മുഴുവനും റവ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം റവ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ഇപ്പോഴും ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെറിയൊരു ചൂടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലഡുവായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കയ്യിൽ അല്പം നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചൂട് മുഴുവനായിട്ട് മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ബോൾസായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇൻ കേസ് ഇതിന് ചൂട് കുറഞ്ഞു പോയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് നമ്മൾ ചൂടാക്കി ഇതിലൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു 2 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒരു ലഡു നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.